വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം, അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സസ് 28 to 31. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീൻ എന്നും പറഞ്ഞുള്ളൂ. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നീ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും നൽകിയല്ലോ. ഞങ്ങൾ ഫലം കായ്ച്ചിട്ടല്ല, കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് ഒരു വർഷം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ അവിടുന്ന് നീട്ടിത്തന്നത്. കർത്താവേ, ഈ വർഷം മാത്രമല്ല, നീ ആയുസ്സും ആരോഗ്യവും നൽകുന്നിടത്തോളം കാലം നിനക്ക് പ്രസാദകരമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിക്കായും KV ചെറിയാനച്ചനായും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭദ്രാസനത്തിൻ്റെ എല്ലാ ചുമതലക്കാർക്കായും വിശ്വാസ സമൂഹത്തിനായും വൈദിക ശ്രേഷ്ഠർക്കായും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ശ്രേഷ്ഠമേറിയ സാക്ഷ്യം നിർവഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുവിശേഷകർക്കായും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഗായിക സംഘാംഗങ്ങൾക്കായി, ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ഈ കൺവെൻഷനു വേണ്ടി ചെയ്യുന്ന ഓരോരുത്തർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് അനുഗ്രഹവും തിരുനാമത്തിന് പ്രസാദകരവും ദേശത്തിന് സൗഖ്യദായകവുമായിരിക്കാൻ സഹായിക്കണം. വചനത്തെയും ഞങ്ങളെയും തിരുമുൻപാകെ സമർപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനാണ് NS മാധവൻ. നവോന്മേഷശാലിയായ ശേഷിയുള്ള പ്രജ്ഞ കൊണ്ട് മലയാളി വായനക്കാരെ ഏറെ വിസ്മയിപ്പിച്ച NS മാധവൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയാണ് പാല് പിരിയുന്ന കാലം. ഇത് ഒരു മലയാളിയെക്കുറിച്ചുള്ള കഥയാണ്. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര പുറപ്പെടുന്ന സാബു എന്ന മലയാളി, അദ്ദേഹത്തിന് ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ചികിത്സയ്ക്കായും ബയോപ്സിക്ക് വേണ്ടി എടുത്ത ശരീരത്തിൻ്റെ ഒരു ഭാഗം അത് പ്രത്യേകമായി സൂക്ഷിച്ചും അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടും. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അതേ കമ്പാർട്ട്മെൻറ്റിലുള്ള അൽക്ക എന്ന ഒരു സ്ത്രീ സാബുവിനോട് പറഞ്ഞു, എനിക്ക് ലോവർ ബർത്ത് വേണം, താങ്കൾക്കധികം പ്രായമില്ലല്ലോ, താങ്കൾക്ക് മുകളിലത്തെ ബർത്തിൽ കിടക്കുന്നതിന് വിരോധമുണ്ടോ? അപ്പോൾ സാബു പറഞ്ഞു, എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, ഞാൻ ലോവർ ബർത്തിൽ കിടന്നോളാം. വീണ്ടും അൽക്ക ഇതേ ആവശ്യം സാബുവിനോട് പറഞ്ഞു. അദ്ദേഹം അത് വിനയപൂർവം നിരസിച്ചു. തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ടും തൻ്റെ ആവശ്യം
അംഗീകരിക്കാത്തതുകൊണ്ടും കുപിതയായ അൽക്ക നേഗി സാബുവിനോട് പറഞ്ഞു, ഡൽഹിയിലെത്തട്ടെ, ഞാൻ നിങ്ങളെ കൊല്ലും. രണ്ടുപേരും കിടന്നുറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ സാബുവിനൊരു കൗതുകം. അൽക്കായോട് ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ ഡൽഹിയിലെത്തിയാൽ എന്നെ കൊല്ലുമെന്ന്. നിങ്ങൾ എങ്ങനെയാണ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അൽക്ക പറഞ്ഞു, അവിടുത്തെ അന്തരീക്ഷം വെച്ച് ഞാൻ നിങ്ങളെ കൊല്ലും. സാബുവിനൊന്നും മനസ്സിലായില്ല. സാബു പറഞ്ഞു, ശരിയാണ്, ഡൽഹിയിൽ ധാരാളം മലിനീകരണം ഉള്ളതുകൊണ്ട് എനിക്ക് മാത്രമായി ഡൽഹിയിലെ കാലാവസ്ഥയൊന്നും ബാധിക്കില്ല, നിങ്ങളെയും ഒരുപോലെയാണല്ലോ ബാധിക്കുന്നത്. അപ്പോൾ അൽക്ക പറഞ്ഞു, അന്തരീക്ഷത്തിലെ മാലിന്യത്തെക്കുറിച്ചല്ല, അതിലെ കാണാൻ പറ്റാത്ത അണുക്കളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ കൂട്ടത്തിൽ പെട്ടതാണ് പാല് പിരിക്കുന്ന അണുക്കൾ. പാല് പിരിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ കൂടിച്ചേരില്ല, രണ്ടും രണ്ടാണ്. അങ്ങനത്തെ അണുക്കൾ വായുവിൽ പെറ്റുപെരുകുന്ന കാലമാണ്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ മാംസം ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ഇറച്ചിയാണ് എന്ന് ഈ ന്യൂസ് അവർ പ്രചരിപ്പിക്കുകയും ഒരു വലിയ ആൾക്കൂട്ടം സാബുവിനെ തല്ലി കൊല്ലാതെ കൊല്ലുകയുമാണ്. പാല് പിരിയുന്നത് പോലെ വെറുപ്പ് സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വെറുപ്പിൻ്റെ അണുക്കൾ, വെറുപ്പിൻ്റെ വൈറസ് നമ്മുടെ നാട്ടിൽ പാല് പിരിയുന്നത് പോലെ സാധാരണമാകും. അന്തരീക്ഷം വെറുപ്പിന് പറ്റിയതാണ്. കൗശലപൂർവം അതിനെ ഉപയോഗിച്ചാൽ മതി. വികാരങ്ങൾക്ക് തീ പിടിക്കണം എന്നു മാത്രം. പാല് പിരിയുന്നത് പോലെ രക്തം പിരിയുന്ന കാലമാണ് ഇത്. വെറുപ്പിൻ്റെ വൈറസ് വല്ലാതെ പെരുകുന്ന കാലത്ത്, രക്തം പാല് പിരിയുന്നത് പോലെ പിരിയുന്ന കാലത്ത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ എങ്ങനെയാണ് നാം ധ്യാനിക്കേണ്ടത്? തീർച്ചയായും ക്രൂശ് മരണത്തെ ഒരു രക്ഷാകര സംഭവം എന്ന നിലയിൽ, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ മോചിച്ച സംഭവം എന്ന നിലയിൽ, നമ്മെ ദൈവത്തോട് നിരപ്പിച്ച സംഭവം എന്ന നിലയിൽ, നമ്മെ വീണ്ടെടുത്ത സംഭവം എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ നാം ജീവിക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ്റെ ശരീരം രക്തവും മാംസവുമായി പിരിയുന്ന കാലത്ത്, പാല് പിരിയുന്നത് പോലെ രക്തം പിരിയുന്ന കാലത്ത് അങ്ങനെ മാത്രം ധ്യാനിച്ചാൽ മതിയാകുമോ? മറ്റേതെങ്കിലും വിധത്തിലൂടെ യേശുവിൻ്റെ ക്രൂശു മരണത്തെ നമുക്ക് ധ്യാനിക്കാനാവുമോ? അങ്ങനെ ഒരു ധ്യാനം ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നില്ലേ? സച്ചിദാനന്ദൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് അവസാനം. ആ കവിതയുടെ ചുരുക്കം ഇങ്ങനെയാണ്: ഒരു ദിവസം തുകൽ സഞ്ചികളും ചെരുപ്പുകളും ഉണ്ടാക്കാൻ വെളുപ്പും തവിട്ടു നിറവും കറുപ്പ് നിറവുമുള്ള ഉണങ്ങിയ തോൽ കിട്ടി. തുകലുകളിലെ ചില നമ്പറുകൾ ശ്രദ്ധിച്ചപ്പോഴാണ് തുകൽ സഞ്ചികളും ചെരുപ്പുകളും ഉണ്ടാകുന്ന ആളുകൾക്ക് മനസ്സിലായത് സ്വന്തം ചുമലിലുള്ള അതേ അക്കങ്ങളൊക്കെ തന്നെയാണ് ഈ ഉണങ്ങിയ തുകലിലുമുള്ളത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് തങ്ങൾക്കൊപ്പം കഴിഞ്ഞ ജയിലിലെ ചില തടവുകാരുടെ തൊലിയാണ്. ഇങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രക്തം പിരിയുന്ന കാലം.
നാം ഇന്ന് വായിച്ച ഈ വേദഭാഗത്ത് തൻ്റെ ക്രൂശുമരണത്തെ കണ്ട് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും എക്സ്ക്രൂഷിയേറ്റിംഗ് ആയ, ഏറ്റവും കാഠിന്യമുള്ള വേദന കണ്ട് തന്നെ സ്നേഹിക്കുന്നവർ വല്ലാതെ അലമുറയിട്ട് കരയുകയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട. എന്താണ് ഈ വേദഭാഗത്തിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം? യേശുവിൻ്റെ കുരിശിനെ ഓർത്തല്ല ഈ കാലത്തിൽ കരയേണ്ടത്. നമ്മളെയും നമ്മളുടെ മക്കളെയും നമ്മുടെ നാടിനെയും നമ്മുടെ തലമുറകളെയും ഓർത്ത് അലമുറയിടേണ്ട കാലമാണിത്. യേശു പറയുന്നു, എന്നെ ചൊല്ലി നിങ്ങളാരും കരയേണ്ട. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച യേശുവിൻ്റെ പീഡാനുഭവത്തെ ഓർത്ത് കരഞ്ഞ് സംതൃപ്തി അടയുന്നവരായി തീരാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അലമുറയിട്ട് നിലവിളിക്കേണ്ട കാലമാണ്. അത് യേശുവിൻ്റെ മരണത്തെ ഓർത്തിട്ട് മാത്രമല്ല, നമ്മുടെ തലമുറകളെ ഓർത്തിട്ട്. എന്നിട്ട് യേശു വീണ്ടും പറയുകയാണ്, ഒരു വലിയ കാലം വരികയാണ്, അതിനെ നമുക്ക് അന്ത്യകാലമെന്ന് വിളിക്കാം. ഈ അന്ത്യകാലത്ത് ഭാഗ്യനിർഭാഗ്യങ്ങൾ കീഴ്മേൽ മറിയുന്ന കാലമാണ്. ഭാഗ്യമെന്ന് കരുതുന്നതൊക്കെ നിർഭാഗ്യമായും നിർഭാഗ്യമെന്ന് കരുതുന്നതൊക്കെ ഭാഗ്യമായും, അങ്ങനെ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കുഴമറിച്ചിലും കീഴ്മേൽ മറിച്ചിലും നടക്കുന്ന ഒരു കാലമാണ്. മച്ചികൾ ഭാഗ്യവതികളെന്ന് വിളിക്കപ്പെടുന്ന കാലം വരികയാണ്. പ്രസവിക്കാത്ത ഉദരങ്ങൾ ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന ഒരു കാലം വരികയാണ്. കുടിപ്പിക്കാത്ത മുലകൾ ഭാഗ്യമുള്ളവ എന്ന് പറയുന്നൊരു കാലം വരികയാണ്. അന്ന് നിങ്ങൾ മലകളോട് പറയും, ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീൻ. അന്ന് നിങ്ങൾ കുന്നുകളോട് പറയും, ഞങ്ങളെ നിരത്തുവീൻ. പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയായിരിക്കും? ഇന്നത്തെ നമ്മുടെ കുറിവാക്യം അതാണ്. പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ ധ്യാനത്തിന് 2 ഘട്ടങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശുമരണം തന്നെയാണ് വിഷയം. എന്നാൽ യേശുവിൻ്റെ ക്രൂശുമരണം എന്ന സംഭവം അത് കാലത്തിൻ്റെ നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയായിട്ടൂടെ തീരണം. വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ക്രൂശീകരണ സംഭവം അത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്തിൻ്റെ നേരെ പിടിച്ചാൽ അന്ന് നടന്നതൊക്കെ തന്നെ ആവില്ലേ ഈ കണ്ണാടിയിൽ തെളിയുന്നത്? ഇതിൻ്റെ 1-ാം ഭാഗമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ ക്രൂശുമരണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മഹാസഖ്യത്തിൻ്റെ രൂപപ്പെടലാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ മഹാഗഡ്ബന്ധൻ, മഹാസഖ്യം. പ്രത്യക്ഷത്തിൽ കീരിയും പാമ്പും പോലെയുള്ള ശക്തികൾ, ഒരു കുട്ടനാടൻ ഭാഷ കടമെടുത്താൽ കുണ്ടളപ്പാല പോലെ തമ്മിൽ ചേരാത്ത മനുഷ്യർ ഒരുമിച്ച് കൂടി വരികയാണ്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു മഹാസഖ്യം യേശുവിനെ കൊല്ലുന്നതിനായി ഉണ്ടാവുകയാണ്. ഇന്നും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കാലമാണ്. ഇന്നും അനേക സഖ്യങ്ങൾ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ 3-4 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യാഫ പുരോഹിതൻ്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു. അപ്പോൾ യേശുവിനെ കൊല്ലുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം.
മഹാപുരോഹിതന്മാർ, ജനത്തിൻ്റെ മൂപ്പന്മാർ, ന്യായാധിപ സംഘം, ശാസ്ത്രിമാർ, പീലാത്തോസ്, ഹെരോദാവ്, കയ്യാഫ, ഇങ്ങനെ ഒരു 7 സഖ്യമാണ്. വേണമെങ്കിൽ ഒരു 7 മുന്നണി എന്ന് വേണമെങ്കിൽ പറയാം. മഹാപുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുടെ മഹാപുരോഹിതനായ കയ്യാഫ ഉണ്ട്, ജനത്തിൻ്റെ മൂപ്പന്മാരുണ്ട്, ന്യായാധിപ സംഘം, നമ്മുടെ കമ്മിറ്റി എന്നോ കൗൺസിൽ എന്നൊക്കെ പറയാം, ശാസ്ത്രിമാർ, പീലാത്തോസ്, ഹെരോദാവ്. അപ്പോൾ ഇവരെന്തിനാണ് ഒരുമിച്ച് കൂടുന്നത്? ഈ കൂട്ടായ്മയുടെ, ഈ കൂടിവരവിൻ്റെ, ഈ ഉപജാപക സംഘത്തിൻ്റെ, ഈ കോൺസ്പിറസിയുടെ ലക്ഷ്യം ഈ 7 ശക്തികൾക്കും ഈ 7 വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ഒരു പൊതു ശത്രു ഉണ്ടായി എന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം, പുരോഹിതന്മാർക്ക് യേശു ഒരു ശത്രുവാണ്, ജനത്തിൻ്റെ മൂപ്പന്മാർക്ക് യേശു ഒരു ശത്രുവാണ്, അവിടുത്തെ കൗൺസിൽ അംഗങ്ങൾക്ക്, ന്യായാധിപ സംഘത്തിന് യേശു ഒരു ഭീഷണിയാണ്, ശാസ്ത്രിമാർക്ക് യേശു ഒരു ശല്യമാണ്, കയ്യാഫാവിന് യേശു ഒരു അലോസരമാണ്, പീലാത്തോസിനും നാടുവാഴിക്കും യേശു അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അതുകൊണ്ട് ഈ 7 പേരെയും ഒരുമിപ്പിക്കുന്ന ഏക ഘടകം യേശു എന്ന കോമൺ ത്രെട്ടാണ്. യേശുവിനെ കൊല്ലുന്നതിന്, ഒരുപക്ഷെ നമ്മൾ ഈ കൊല്ലുന്നു എന്ന വാക്ക് നമുക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. യേശു മരിച്ചു എന്ന് പറയാനാണ് നമുക്കിഷ്ടം. എന്നാൽ മരിച്ചു എന്നതിനെ നമ്മൾ ആത്മീകമായ അർത്ഥത്തിൽ കാണുമ്പോഴും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവനെ കൊല്ലുവാൻ, കൊല്ലുവാൻ, കൊല്ലുവാൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് മരിച്ചു എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിൽ യേശുവിനെ കൊല്ലുവാൻ എന്ന വാക്ക് അനവധി തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഗാന്ധിജി മരിച്ചതാണോ കൊന്നതാണോ, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവര് ഒരു ഉപായത്താൽ യേശുവിനെ കൊല്ലണം. അധികാരമാണ് ഇവരുടെ പ്രധാന ലഹരി. മദ്യവും മയക്കുമരുന്നും പുകയിലയൊക്കെ ലഹരിയാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലഹരി, ഏറ്റവും മാരകമായ ലഹരി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ലോകത്തിലെ എല്ലാ നാശങ്ങളുടെയും പ്രധാന കാരണം അധികാരം എന്ന വലിയ ലഹരിയാണ്. ഇവിടെ നമ്മൾ വളരെ കൗതുകകരമായി കാണുന്ന ഒരു കാര്യം, പ്രത്യക്ഷത്തിൽ ശത്രുക്കളായിരുന്ന ഹെരോദാവും പീലാത്തോസും, നമ്മുടെ ഒരു സിനിമാറ്റിക് ഭാഷയിൽ പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അവർ ശത്രുക്കളായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു. ശ്രീനിവാസനിയുടെ മരിച്ചതുകൊണ്ടൊന്ന് സ്മരിച്ചതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യേശു എന്ന പൊതുഭീഷണിയെ അവസാനിപ്പിക്കാൻ, എലിമിനേറ്റ് ചെയ്യാൻ എന്താണ് ഹെരോദാവും പീലാത്തോസും തമ്മിൽ നടത്തുന്ന കൂട്ടുകെട്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ലൂക്കോസ് 23, നമ്മൾ ഇന്ന് വായിച്ച 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ ബഡ്ഡിയായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് തൊട്ടടുത്ത വാചകം, മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. കണ്ടോ? ഒരാളെ അവസാനിപ്പിക്കാൻ, ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ,
ഒരിക്കലും കണ്ണെടുത്താൽ തമ്മിൽ കണ്ടുകൂടാത്ത മനുഷ്യർ ഒരുമിച്ച് കൂടും. ഉദാഹരണങ്ങൾ സഭയിലും സമൂഹത്തിലും ഒത്തിരി പറയാനുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് പറയുന്നില്ല. ഇന്നിച്ചിരി നല്ല കുട്ടിയായിരിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു 3-4 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പൊതുഭീഷണിയാകുമ്പം ഒരിക്കലും കണ്ടാ മിണ്ടാത്തവർ പോലും ചക്കരയും തേങ്ങയോ. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ കണ്ടോണം ഞാൻ ഈ പറഞ്ഞത്. ഹെരോദാവും പീലാത്തോസും ഒക്കെ ബഡ്ഡി ആവുന്ന കാലം വരിക. കാരണം ഹെരോദാവിനും പീലാത്തോസിനും 2 പേർക്കും തീർക്കേണ്ടത് ഒരാളെയാണ്. മഹാപുരോഹിതന്മാർക്ക് തീർക്കണം, ശാസ്ത്രിമാർക്ക് തീർക്കണം, ന്യായാധിപ സംഘത്തിന് തീർക്കണം, കയ്യാഫാവിന് തീർക്കണം. ചുരുക്കത്തിൽ മതനേതൃത്വത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരുപോലെ അവസാനിപ്പിക്കേണ്ട ആളാണ് യേശു. ചുരുക്കത്തിൽ യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു രാഷ്ട്രീയ നേതൃത്വത്തിനും മതനേതൃത്വത്തിനും ഒരുപോലെ ഭീഷണിയായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ഐഹിക ജീവിതത്തിന്, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് ഇങ്ങനെയും ഒരു തലമുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ പൊതുജീവിതത്തെയും പരസ്യ ശുശ്രൂഷയെയും വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, യേശു സുഖമാക്കിയതും കാഴ്ച കൊടുത്തതും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുമായി മാത്രം യേശുവിനെ ചുരുക്കുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തോട് കാണിക്കുന്ന അവഹേളനമാണ്. ഹി വാസ് എ കോമൺ ത്രെറ്റ്. ഒരേ സമയം രാഷ്ട്രീയ നേതൃത്വത്തിനും അതേസമയം മതനേതൃത്വത്തിനും യേശു ഒരു പൊതു ഭീഷണിയായി തീരുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, അന്ന് പീലാത്തോസും ഹെരോദാവും ഭായി. അന്നവർ ഡിങ്കോൾഫിയായി, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞു. അതുവരെ കൊല്ലാൻ നിന്നവരാണ്, അതുവരെ പിച്ചാത്തി എടുത്തുകൊണ്ട് നിന്നവരാണ്, അതുവരെ കാലുവാരിയവരാണ്. അന്നുവരെ കാലുവാരിയവർക്ക് മനസ്സിലായി യേശു ജീവിച്ചിരിക്കുന്നത് നമുക്ക് പ്രശ്നമാണ്, ഇന്ന ആൾ സ്ഥാനാർത്ഥിയാവുന്നത് നമുക്ക് ശരിയല്ല, അതുകൊണ്ട് നമുക്കങ്ങ് ഒരുമിക്കാം. അന്ന് മുതൽ പീലാത്തോസും ഹെരോദാവും സ്നേഹിതന്മാരായി തീർന്നു. എനിക്കൊരു ഉദാഹരണം പറയണമെന്നുണ്ട്, പക്ഷെ വിടുക. എന്നാൽ ഇങ്ങനെ പറയുമ്പോഴും ഈ മതനേതാക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഭയങ്കര പുള്ളികളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു വാചകം അവിടെയുണ്ട്. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്ത്, പീലാത്തോസിൻ്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. കണ്ടോ, കൊല്ലാൻ നേരത്തു എന്തോ നോക്കുന്നുണ്ട്. ഇതാണ് ഉഡായിപ്പ് സംഘം എന്നൊക്കെ പറഞ്ഞു. ഇവരെന്തിനാണ് കൂടിയത്? യേശുവിനെ കൊല്ലാന്. പക്ഷെ അങ്ങനെ കൊല്ലുമ്പോൾ പോലും അവരെ ശുദ്ധി അശുദ്ധി നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. അവർ ആസ്ഥാനത്ത് കയറിയില്ല. കാരണം അശുദ്ധമായി പോയാലോ. ഉപായത്താൽ യേശുവിനെ കൊല്ലേണ്ടതിന് ഒരു വലിയ മഹാഗഡ്ബന്ധൻ, ഒരു മഹാസഖ്യം രൂപപ്പെടുക. ഈ മഹാസഖ്യത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ സ്ഥാനത്തിനും അവരുടെ നിലനിൽപ്പിനും ഒരു ഭീഷണിയും ഉണ്ടാവരുത്. അത് പുരോഹിതന്മാരും ശാസ്ത്രിമാരും പീലാത്തോസും കയ്യാഫാവും ഹെരോദാവും ഇവരെ ഒരുമിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്വന്തം സ്ഥാനം ഉറപ്പിക്കണം. യേശു അതിന് ഭീഷണിയാണ്. നമ്മൾ ഈ പറഞ്ഞ 7 വിഭാഗത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം
ഒരു സ്ട്രക്ചറിൻ്റെ, ഒരു ഘടനയുടെ കാവൽക്കാരാണ്. എം.എൻ. വിജയൻ മാഷ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ, ഇത്തരം മനുഷ്യരെ നിർവചിക്കാൻ, അവരെ മനസ്സിലാക്കാൻ മനോഹരമായ ഒരു സാദൃശ്യം പറയുന്നു. വിജയൻ മാഷ് പറയുന്നത്, നമ്മൾ ഇത് ക്രൂശീകരണത്തോടുള്ള സംഭവത്തിലാണ് ഞാൻ പറയുന്നത്, മാഷ് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയുന്നു എന്ന് മാത്രമേ. മാഷ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു അധികാരവർഗമുണ്ട്. സ്ഥാനം വിട്ടുകൊടുക്കാത്ത, സ്ഥാനം മാറിക്കൊടുക്കാത്ത, സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മുട്ട വിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, തോട് പൊട്ടരുത്. എന്തോ മനസ്സിലായി? അവർ വളരെ ഹാപ്പിയാണ്. തോട് പൊട്ടുന്നില്ലല്ലോ. തോടെങ്ങനെ പൊട്ടും? ഉള്ളിൽ ചത്തിരിക്കുകയാണ്. അതുകൊണ്ട് മാഷ് പറയുന്നത്, ഇന്നത്തെ മത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രത്യേകത, അവരുടെ പ്രധാന ശ്രദ്ധ അധികാരം ഉറപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തോട് പൊട്ടരുത്. ഉള്ളിലിരിക്കുന്നത് ചത്ത് നാറിയാലും ശരി, തോട് പൊട്ടരുത്. നമ്മൾ ശാന്തമായി നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തോട് പൊട്ടിയെങ്കിലേ ജീവനുണ്ടാവൂ. യേശു പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാവണം. ചില തോടുകൾ പൊട്ടിയെങ്കിലേ ജീവന്റെ നാമ്പുണ്ടാവൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ഘടനയുടെ മേൽ, ഈ ഘടനയെ നന്നാക്കാൻ, വിരിയിക്കാനെന്നും പറഞ്ഞ് ഈ മുട്ടയുടെ പുറത്തിരിക്കുന്നവരൊന്നും അടക്കോഴികളല്ല, കാലൻ കോഴികളാണ്. എന്താണ് അടക്കോഴിയും കാലൻ കോഴിയും തമ്മിലുള്ള വ്യത്യാസം? അടക്കോഴിക്ക് മുട്ടയുടെ തോട് പൊട്ടണം. കാരണം എന്തിനാണ് അടയിരിക്കുന്നത്? ജീവനുണ്ടാവണം. എന്നാൽ അടക്കോഴി എന്ന വ്യാജേന കോഴിയുടെ മുട്ടയുടെ പുറത്ത് ഇരിക്കുന്നതൊക്കെ അടക്കോഴിയാണോ കാലൻ കോഴിയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. തോട് പൊട്ടാതെ ജീവനുണ്ടാവില്ല. ഇവരുടെ മഹാഗഡ്ബന്ധൻ എന്തിനാണ്? തോട് പൊട്ടരുത്. ആര് ചത്താലും, സഭ ഇല്ലാതായാലും, സംഘടന നശിച്ച് നാറാണക്കല്ലായാലും, ആള് വന്നില്ലെങ്കിലും, എന്ത് നാശം സംഭവിച്ചാലും തോട് പൊട്ടരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല പല സഖ്യങ്ങളുടെ ഭാഗമാണ്. നമ്മൾ അടക്കോഴികളാണോ കാലൻ കോഴികളാണോ? നമ്മളിരിക്കുന്നിടത്ത് ഒരൊറ്റ മുട്ട വിരിയേല. കാരണം വിരിയാൻ നമുക്ക് വെറുതെ ആലോചിച്ചാൽ മതി. ചുമതലക്കാരും കമ്മിറ്റിക്കാരും എല്ലാവരും ഒരെണ്ണം വിരിയോ? 3 കൊല്ലം ഇരിക്കും ഒരു പള്ളിയിൽ. ഇരിക്കുകയല്ലാതെ വിരിയത്തില്ല. 3-ൽ കൂടുതലുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ മഹാഗഡ്ബന്ധൻ, മഹാശാസ്ത്രിമാരും പുരോഹിതന്മാരും കയ്യാഫാവും പീലാത്തോസും ഹെരോദാവും അതുവരെ ശത്രുക്കളായിരുന്നവർ ഒരുമിക്കുകയാണ്. എന്തിനാണ്? അന്നു മുതൽ അവർ സ്നേഹിതന്മാരായത് എന്തിനാണ്? അടക്കോഴികൾ എന്ന വ്യാജേന ഇരുന്നവർ കാലൻ കോഴികളാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരുത്തനെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇതുവരെ ആളുകളെ ധരിപ്പിച്ചിരുന്നത് തങ്ങൾ അടക്കോഴികളാണെന്നാണ്. എന്നാൽ ഇതാ നസറേത്തിലെ ഒരു തച്ചൻ, ഒരു ആശാരി ചെറുക്കൻ വിളിച്ചു പറയുന്നു, ഇതെല്ലാം വെള്ളതേച്ച ശവക്കല്ലറകളാണ്, ഇതൊന്നും അടക്കോഴികളല്ല, ഇതൊക്കെ കാലൻ കോഴികളാണ്. അതുകൊണ്ടാണ് യേശു യെരൂശലേം ദേവാലയത്തിന് നേരെ പറഞ്ഞത്, നിങ്ങൾ വിധവമാരെ വിഴുങ്ങുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഓരോരോ അവസരങ്ങളും സാധ്യതകളും സ്ഥാനങ്ങളും ഒക്കെ തന്നിരിക്കുന്നത് ഒരു മുട്ടയും വിരിയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കാനല്ല. എൻ്റെ സ്ഥാനം പോയാലും തോട് പൊട്ടിയാലും കോഴിക്കുഞ്ഞ് പുറത്തോട്ട് വരണം.
അതുകൊണ്ട് ഈ മഹാഗഡ്ബന്ധൻ അടക്കോഴികളാവേണ്ടവർ കാലൻ കോഴികളാവുന്ന കാലത്ത് ഇതിനൊക്കെ ആവശ്യമുള്ള ആളുകളെയും കിട്ടും. ചിലരെ നമുക്ക് വാടകയ്ക്കെടുക്കാം. ഇവിടെ യൂദാസിനെ നോക്കിക്കേ, യൂദാസിനെ പൈസ കൊടുത്ത് വാങ്ങിക്കാം. അപ്പം അങ്ങനെ ഈ കാലൻ കോഴികൾ കുറച്ച് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യും. എല്ലാം ഈ അങ്ങനത്തെ ന്യൂജൻ ഭാഷയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ ഈ ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഒറ്റുന്ന പണി ഒരുത്തനെ ഏൽപ്പിക്കും. കാരണം വാടകയ്ക്ക് സ്വന്തം ബുദ്ധിയും നാവും വാടകയ്ക്ക് കൊടുക്കുന്നവരെ പൈസ കൊടുത്തു വാങ്ങും. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, പീലാത്തോസിനെ പോലുള്ളവരാണ്. അവരങ്ങ് നീതിമാന്മാരാണ്, എന്നാൽ അതേ സമയം വലിയ കൗശലക്കാരുമാണ്. പീലാത്തോസ് നീതിമാനാണ്, പക്ഷേ ഭയങ്കര കൗശലക്കാരൻ. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഈ നീതിമാന്മാരെ, കൗശലക്കാരായ നീതിമാന്മാരെ കൂടെ നിർത്താനുള്ള ഒരു പണി, ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ മതി. അതിന് നോം ചോംസ്കി ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഫ്ലാക്ക് എന്ന FLAK. ഒന്ന് പേടിപ്പിച്ചാൽ അവരിങ്ങ് കൂടെ പോരും. ഞാൻ വാട്സാപ്പിൽ എഴുതി കളയും, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ്. ഇതിൻ്റെ പേരാണ്, ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സ്റ്റാൻഡേർഡായിട്ട് എടുക്കത്തില്ല. ഇത് നോം ചോംസ്കി മാനുഫാക്ചറിങ് ദ കൺസെൻറ്റ് എന്ന പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്ലാക്ക്, FLAK. എന്ന് പറഞ്ഞാൽ വെരുട്ടിയാൽ ചിലരെ വെരുട്ടണം, ചിലരെ പെരട്ടണം. എങ്ങനെയാ പെരട്ടുന്നത്? 30 വെള്ളിക്കാശ് കൊടുത്ത് പെരട്ടിയാൽ മതി. ചിലരെ പെരട്ടാൻ പറ്റത്തില്ല, അവരെ വെരട്ടണം. അങ്ങനെ വെരട്ടുന്ന പരിപാടിയുടെ പേരാണ് ഫ്ലാക്ക്, FLAK. അങ്ങനെ വെരട്ടുമ്പോൾ മനസ്സ് മാറും. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ മഹാഗഡ്ബന്ധൻ, ഇങ്ങനെയുള്ള നിരവധി സഖ്യങ്ങൾ നമ്മുടെ കാലത്തുണ്ട്. അതുകൊണ്ട് വെറുതെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ യേശുവിനെ ക്രൂശിക്കാൻ കൂടി വന്ന ശക്തികളൊക്കെ ഇന്നും കൂടി വരുന്നില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രൂശുമരണം എന്ന സംഭവം ഈ കാലത്തിൻ്റെ നേരെ തുറന്നു പിടിച്ചാൽ ആ കണ്ണാടിയിൽ തെളിയുന്നത് മുഴുവൻ എന്തൊക്കെ കാര്യങ്ങളാണോ, ഏതൊക്കെ ശക്തികളാണോ യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ പങ്കാളികളായത്, അവരുടെ എല്ലാം മഹാസഖ്യം ഇന്നും രൂപപ്പെടുകയാണ്. അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയേണ്ട കാലമാണ്. ഇത്തരം സഖ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ഇത്തരം പീലാത്തോസ്, ഹെരോദാവ്, ബായി സഖ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നും ആളുകൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു സഭ എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ നമ്മളുടെ പ്രധാന ഉത്തരവാദിത്വം ഇന്ന് ദൈവത്തെ തോൽപ്പിക്കാൻ കൂടി വരുന്ന ശക്തികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പീലാത്തോസും ഏതൊക്കെ ഹെരോദാവുമാണ് ഭായി ആവുന്നത്? ഓരോ സ്ഥലങ്ങളിലും ഇന്ന് ഗഡ്ബന്ധനുണ്ട്. ഇത്തരം മഹാസഖ്യങ്ങൾ. ഇനിയിപ്പോൾ ഇലക്ഷനുകൾ വരികയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കൂടിവരവുകൾ? അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. യേശു പറയുന്നു, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരണം. കാരണം ഉണക്കമരത്തിൻ്റെ അവസ്ഥ എന്താവും? ഇനി നമ്മുടെ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. ഇങ്ങനെ കൂടി വന്നതുകൊണ്ട് മാത്രം ഒരു ലക്ഷ്യവും നടപ്പിലാവില്ല. അതിന് ചെയ്യേണ്ട ഒരു കാര്യം, എന്താണോ ഈ മഹാഗഡ്ബന്ധൻ, ഈ വ്യാജ മഹാസഖ്യമുണ്ടല്ലോ, മഹാപുരോഹിതന്മാരും കയ്യാഫാവും ഹെരോദാവും പീലാത്തോസും ന്യായശാസ്ത്രിമാരും ന്യായാധിപ സംഘവും മഹാപുരോഹിതന്മാരും, ഇവരുടെ എല്ലാം മനസ്സിൽ ഒരു കാര്യമുണ്ട്, യേശുവിനെ ഇല്ലാതാക്കണം. എന്നാൽ
ഇത് തങ്ങളുടെ താല്പര്യമല്ല, ഇത് ജനഹിതമാക്കി മാറ്റണം. ഇതിനാണ് നമ്മളൊരു വാക്ക് സാധാരണ ഉപയോഗിക്കും, പൊതുജന സമ്മത നിർമ്മിതി. നമ്മുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം, നമ്മുടെ മനസ്സിലുള്ള ഒരു അജണ്ട, അത് നമ്മുടെ അജണ്ടയാണെന്ന് പറയാതെ ഇത് ജനങ്ങളുടെ താല്പര്യമാണെന്ന് വരുത്തി തീർക്കണം. ആ വാചകം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ മാത്രം നടന്ന കാര്യമല്ല. നമ്മൾ ഇന്ന് ജനഹിതം, ജനാഭിപ്രായം, ജനങ്ങളുടെ താല്പര്യമെന്ന് പറയുന്നതൊന്നും ജനങ്ങളുടെ താല്പര്യമല്ല. അത് നമ്മുടെ താല്പര്യമാക്കി ആരൊക്കെയോ മാറ്റുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സങ്കടം. നമുക്കിനി അതിൻ്റെ വിശദാംശങ്ങൾ, എങ്ങനെയാണ് ഈ 6 അല്ലെങ്കിൽ 7 ശക്തികൾ ഒരുമിച്ച് കൂടി വന്നിട്ട് യേശുവിനെ കൊല്ലാനുള്ള അവരുടെ പദ്ധതി ജനഹിതമാക്കി മാറ്റിയത്. അപ്പോൾ യേശുവിനെ കൊല്ലുന്നത് ഈ അധികാരവർഗത്തിൻ്റെ താല്പര്യമാണെങ്കിലും അവരൊരു പ്രത്യേക വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് അവസാനം ഇത് ജനങ്ങളുടെ താല്പര്യമാക്കി മാറ്റി. ഇന്നും അങ്ങനെയല്ലേ? അത് ഇന്ത്യയുടെ ആകമാനമായ സാഹചര്യം നോക്കിയാലും എല്ലാം അങ്ങനെയാണ്. ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്ത് നമ്മളോട് എന്താ പറഞ്ഞത്? അവിടെ രാസായുധമുണ്ട്, അവിടെ ആളുകളെ മുഴുവൻ നശിപ്പിക്കാനുള്ള ബയോളജിക്കൽ വെപ്പണുണ്ട്. ശരിക്കും ആ രാജ്യത്തെ ആക്രമിച്ച് സ്വന്തമാക്കി മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിന്. പക്ഷേ നമുക്ക് പോലും തോന്നി, എന്നാലും എൻ്റെ ഗുണത്തിന് വേണ്ടിയാണല്ലോ. ഇപ്പോഴൊരണ്ണനെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്, കയ്യോടെ പൊക്കിക്കൊണ്ട് പോയി. നമുക്കെന്താ തോന്നുന്നത്? എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്താണ് മാനുഫാക്ചറിങ് ദ കൺസെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു, നമുക്ക് തോന്നുന്നു നമ്മൾ സമ്മതിച്ചിട്ടാണ് കാര്യം നടക്കുന്നതെന്ന്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങളാക്കി മാറ്റിയെടുക്കും. അത് നമുക്കൊന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതുകൊണ്ട് ഈ യേശുവിനെ കൊല്ലുക എന്നത് ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ താല്പര്യങ്ങളാണ്. പക്ഷേ അവസാനം അത് ആരുടെ ഹിതമായി മാറി? അത് പീലാത്തോസിൻ്റെ അരമന മുറ്റത്ത് കൂടിയിരുന്ന ജനക്കൂട്ടത്തിൻ്റെ ആവശ്യമായി മാറി. എങ്ങനെയാണ് ഇവരിത് നടപ്പിലാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. സമയത്തിൻ്റെ കുറവ് കൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അതിൽ ഒന്നാമത് നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 2ഉം 5ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യേശുവിൻ്റെ പഠിപ്പിക്കലും ഉപദേശങ്ങളുമൊക്കെ രാജ്യത്ത് കലാപമുണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ പോലീസ് കേസുള്ള ഒരു ഇതാണ് കലാപാഹ്വാനം. കേട്ടിട്ടുണ്ടോ? ഇഷ്ടമില്ലാത്ത എല്ലാവർക്കെതിരെ കലാപാഹ്വാനം. യേശുവിനെതിരെയും ചെയ്യുന്നത് അങ്ങനെയാണ്. അവിടെ പറയുന്നു, നമ്മളിന്ന് വായിച്ച അതേ അധ്യായത്തിൻ്റെ 2ഉം 5ഉം വാക്യങ്ങളിൽ പറയുന്നു, ജനത്തെ വഴി തെറ്റിക്കുന്നു. ഹീ ഈസ് മിസ്ലീഡിങ് അവർ പീപ്പിൾ. എന്നിട്ട് വീണ്ടും പറയുന്നു, ജനത്തിനിടയിൽ കലഹമുണ്ടാക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആളുകൾ പറയുകയാണ്, യേശു നാടിനു ഭീഷണിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യാൻ രാഷ്ട്രീയ മതശക്തികൾ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ കാര്യം, ആരെയാണോ അവർക്കില്ലാതാക്കേണ്ടത് അവരെ ഒരു കോമൺ ത്രെട്ടായിട്ട് അവതരിപ്പിക്കും. അപ്പോൾ ഇവിടെ പറയുന്നു, ആഭ്യന്തര കലാപമുണ്ടാക്കാൻ യേശു ശ്രമിക്കുകയാണ്. വീണ്ടും 23-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു പറഞ്ഞു, കരം കൊടുക്കരുത്. അത് ഒരു എന്താ പറയുക, ഒരു സാമ്പത്തിക ക്രൈമാണ്, സാമ്പത്തിക അരിക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക. എന്നാൽ യേശു എന്താ പറഞ്ഞത്? കൈസർക്കുള്ളത് കൈസർക്കും,
ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പീൻ. പക്ഷേ ഈ ശക്തികൾ പറയുകയാണ്, ഒന്ന്, യേശു ജനത്തെ വഴിതെറ്റിക്കുന്നു, നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ, ഹീ ഈസ് എ ത്രെറ്റ് ടു ദ ലോ ആൻഡ് ഓർഡർ. അവൻ നാട്ടിലെ ക്രമസമാധാനത്തിന് ഭീഷണിയാണ്. രണ്ട്, യേശു പറയുന്നു കരം കൊടുക്കരുതെന്ന് അവൻ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. സാമ്പത്തിക കലാപം. മൂന്ന്, യേശു പറയുന്നു യേശു രാജാവാണെന്ന്. അധികാരത്തിൻ്റെ കലാപം. അതുകൊണ്ട് ആഭ്യന്തര കലാപം, സാമ്പത്തിക കലാപം, അധികാര കലാപം. മറ്റൊരർത്ഥത്തിൽ നമുക്കതിനെ ലളിതമായി പറയാം, ഇതിൻ്റെ പേരാണ് നാഷണലിസം. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദേശീയതയുണ്ടല്ലോ, ടോക്സിക് നാഷണലിസം, അതിതീവ്ര ദേശീയത എന്ന് പറയുന്ന സാധനം യേശുവിനെ ഇല്ലായ്മ ചെയ്യാൻ, അടക്കോഴികൾ കാലൻ കോഴികളാണെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ന്യായം വിളിച്ചു പറയുന്നവനെ, നീതി വിളിച്ചു പറയുന്നവനെ ഇല്ലാതാക്കണം. അതുകൊണ്ട് അവർ രാജ്യസ്നേഹത്തിൻ്റെ കുപ്പായമണിയുകയാണ്. ഇന്നും നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രത്യേകത രാജ്യസ്നേഹം, നാഷണലിസം എന്ന് പറയുന്നത് എത്ര സമർത്ഥമായിട്ടാണ് ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇതൊന്നും 2026 കണ്ടുപിടുത്തമൊന്നുമല്ല. ഇതൊക്കെ 2000 കൊല്ലം മുമ്പ് യഹൂദന്മാരും റോമാക്കാരും ഭംഗിയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, ദേശീയത എന്നൊക്കെ കേൾക്കുമ്പോൾ കണ്ടമാനം രോമാഞ്ചം കൊള്ളാൻ വരട്ടെ. രാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ട്, അത് പേട്രിയോട്ടിസം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്, അതിനോട് സ്നേഹമുണ്ട്. പക്ഷേ ദേശീയത, നാഷണലിസം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ആരെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രണമാണ് എന്ന് തിരിച്ചറിയണം. യേശു പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലിയൊന്നും കരയണ്ട കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഈ അടൂർ ഭദ്രാസന കൺവെൻഷനിൽ സംബന്ധിക്കുന്നവർ യേശുവിനെ ഓർത്ത് കരയണ്ട, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. ഇവിടെ ദേശീയതയാണ് ഇവിടുത്തെ പ്രശ്നം. വീണ്ടും നമ്മൾ കാണുന്നു യേശുവിനെ കുറിച്ചുള്ള മറ്റൊരാരോപണം, യേശു ദൈവദൂഷണം പറയുന്നു. അതായത് എന്താണ് ദൈവദൂഷണം? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 62, മർക്കോസ് 14:55 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. അതിലവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, അതിലെ കള്ളസാക്ഷികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യം പറയാനൊക്കെ ആളെ കിട്ടും ഇഷ്ടം പോലെ. അവർ വന്ന് പറയുകയാണ്, കുറേ പേര് വന്നു, ഒത്തില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 50 മുതൽ 60 വരെയുള്ള വാക്കുകൾ പറയുന്നുണ്ട്, കള്ളസാക്ഷികൾ പലരും വന്നിട്ടും ഒത്തില്ല. അപ്പം അതിനേക്കാൾ ട്രെയിൻഡായ കള്ളസാക്ഷികൾ പച്ചമരത്തോടിങ്ങനാണെങ്കിൽ യേശുവിനെതിരെ കള്ളസാക്ഷ്യം പറയാൻ ആളെ കിട്ടുമെങ്കിൽ ഉണക്കമരത്തിൻ്റെയൊക്കെ അവസ്ഥ പറയണം. എന്താണ് യേശു പറഞ്ഞതായി അവർ പറയുന്നത്? ദൈവമന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയും. പക്ഷേ അവിടെ പറയുന്നു, യേശു പറഞ്ഞത് സ്വന്തം ശരീരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് കള്ളസാക്ഷികളുടെ പ്രത്യേകത, അവർ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി കാര്യങ്ങളെ കാണും. ഇപ്പം ഇതിൻ്റെയൊക്കെ റീല് വരുമ്പോൾ കണ്ടോണം, ഞാൻ പറഞ്ഞതുമായിട്ടൊന്നും ഒരു ബന്ധവും കാണത്തില്ല. ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയാൽ തീർന്നു. ദൈവദൂഷണം. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരോട്, പീലാത്തോസിനോടും ഹെരോദാവിനോടും പറഞ്ഞത്, ഇവൻ്റെ മേൽ ഒരു വലിയ കുറ്റമുണ്ട്, അവൻ ഹീസ് സെഡീഷ്യസ്, അവൻ രാജ്യദ്രോഹിയാണ്, അവൻ നമ്മുടെ നാഷണലിസത്തിനെതിരാണ്, നമ്മുടെ ദേശീയതയ്ക്കെതിരാണ്, അവൻ രാജ്യസ്നേഹമില്ലാത്തവനാണ്. ആഭ്യന്തര കലാപം, സാമ്പത്തിക കലാപം, അധികാര കലാപം. മതനേതാക്കന്മാർക്ക് വേണ്ടത്, ഈ
ഇത്തരം ആളുകൾ വലിയ ബുദ്ധിമാന്മാരാണ്. അവർക്ക് എവിടെ വിളമ്പണമെന്ന് കൃത്യമായിട്ട് അറിയാം. പണ്ടൊരു സിനിമയുണ്ടായത്, അതിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. ഒരു സ്ഥലത്ത് മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ഹീറോ, വേറൊരു സ്ഥലത്ത് മോഹൻലാലായിരുന്നു. കാരണം ചില പ്രത്യേക പോക്കറ്റിൽ അങ്ങനെ അവതരിപ്പിച്ചാലേ സിനിമ ഓടത്തു. ഇത്രയും നേരം ഞാൻ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ട് ഒറ്റ അക്ഷരം വേണ്ടിയിട്ട് ആ പാട്ടൊക്കെ പാടുമ്പോഴത്തെ നിപ്പ് കണ്ടാവുണ്ടല്ലോ. എന്നാലും താങ്ക് യു. അപ്പം രാജ്യസ്നേഹത്തിൻ്റെ കുപ്പായം അണിയുന്നവരോട് പറഞ്ഞു ഇത് രാജ്യദ്രോഹിയാണ്. എന്നാൽ മത നേതാക്കന്മാരോട് പറഞ്ഞു ഇവൻ ദൈവദൂഷണമാണ്, ബ്ലാസ്ഫീമിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, യേശുവിനെതിരെ ഗുരുതരമായ ആരോപണം. എൻ്റെ ഒരു ആഗ്രഹം, നമ്മൾ ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് ആഴത്തിൽ ധ്യാനിക്കണം. അപ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ വിസ്മയം നിങ്ങൾ കാണുന്നത്. അത് നിങ്ങളൊന്ന് വായിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ആവട്ടെ, സമയത്തിൻ്റെ കുറവുകൊണ്ട് മുൻപോട്ട് പോകും. അപ്പോൾ രണ്ട് തരത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പൊതുജന സമ്മതി ഉണ്ടാക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗക്കാർക്ക് യേശുവിനെ ഇഷ്ടമല്ല, യേശുവിനെ എലിമിനേറ്റ് ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. പക്ഷേ അത് സ്വന്തം ചെലവിൽ വേണ്ട, അത് ജനങ്ങളുടെ ചെലവിലാക്കണം. അതുകൊണ്ട് ജനങ്ങളെ കൊണ്ട് അത് സമ്മതിപ്പിക്കണം. അതിന് അവർ രണ്ട് കുറ്റങ്ങളാണ്: ഒന്ന് രാജ്യദ്രോഹം, രണ്ട് ദൈവദൂഷണം. യഥാർത്ഥത്തിൽ ഇവർക്ക് ദൈവത്തോടും സ്നേഹമില്ല, രാജ്യത്തോടും സ്നേഹമില്ല. പക്ഷേ ഈ പാവപ്പെട്ട ജനം ചിന്തിക്കുന്നത് ഇതെല്ലാം ഈ രാജ്യത്തെ അങ്ങ് നന്നാക്കാനാണ്, നമ്മളെ അങ്ങ് കുളിപ്പിച്ച് കിടത്താനാണ് ഈ നാഷണലിസം, ദേശീയത. ഒന്നുമല്ല. ചില സഭാഭക്തന്മാരുണ്ട്, സഭയോടൊരു സ്നേഹമൊന്നുമില്ല. എല്ലാം ചില മേൽക്കുപ്പായങ്ങളാണ്. ഞാൻ കുറേ കാലം മുമ്പ് വായിച്ചൊരു പുസ്തകമുണ്ട്, അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ പേരൊന്ന് പറയണേ. ദളിതർക്കെഴുതിയ സുവിശേഷം എന്നാണ്. അറിയാം? ബി മുരളിയാണ് ആ പുസ്തകം എഴുതിയത്. അതിൽ മനോഹരമായ ഒരു കൊച്ചു കഥ പോലെ പറയുന്ന ഒരു നമ്പൂതിരി ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് അവിടെ ബാക്കിയുള്ള ഈ നിവേദ്യമൊക്കെ കൊടുത്തതിന് ശേഷമുള്ള ചോറുണ്ട്, പടച്ചോറെന്നൊക്കെ പറയും. അപ്പോൾ ഈ ചോറ് നമ്പൂതിരിക്കുള്ളതാണ്. അപ്പോൾ നമ്പൂതിരി ഒരു ഉരുളിക്കകത്ത് ഈ പടച്ചോറെല്ലാം എടുത്ത് തലയെ വെച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ ഈ സാധനം വീട്ടിൽ എത്തിക്കണം, വീട്ടിൽ ചെന്നിട്ട് വേണം ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഇത് കൊടുക്കാൻ. അങ്ങനെ പോകുമ്പോൾ കുറേ കാക്കകളെല്ലാം കൂടെ ഇതിൻ്റെ ചുറ്റും കിടന്ന് വട്ടം കൂടും. ഇതുങ്ങളെ കൊണ്ട് തോറ്റു. പടച്ചോറ് വീട്ടിൽ കൊണ്ടു ചെല്ലണമെങ്കിൽ ഈ കാക്കയെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ ബുദ്ധിമാനായ നമ്പൂതിരി എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പിടി ചോറെടുത്തിട്ട് ദൂരോട്ട് എറിഞ്ഞു കൊടുത്തു. കാക്കയെല്ലാം അതിൻ്റെ പുറകെ പോയി. അപ്പോൾ ചോദ്യം, മുരളി ചോദിക്കുന്നത്, നമ്പൂതിരി ഇത് കാക്കയോടുള്ള സ്നേഹം കൊണ്ടാണോ ചെയ്തേ? രാജ്യസ്നേഹം, സഭാസ്നേഹം, എന്തോ കടത്താനുള്ള പരിപാടിയാണ്. ഞാൻ അതവിടെ അങ്ങ് വിടുക, ബർത്ത്ഡേ ആണല്ലോ. അപ്പം ഈ ചോറ് നമുക്ക് എറിഞ്ഞു തരുമ്പോൾ അത് അധികാരവർഗം, മത നേതൃത്വം ഇങ്ങനെ ചിലത് എറിഞ്ഞു തരും. അപ്പോൾ ഈ കാക്കയുടെ വിചാരം, അയ്യോ ഇതുപോലൊരു നമ്പൂരി. പക്ഷേ യഥാർത്ഥത്തിൽ പടച്ചോറ് കടത്താനുള്ള പരിപാടിക്കാണ് ഇങ്ങനെ ഇട്ടു തരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവദൂഷണം, രാജ്യദ്രോഹം, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തപ്പം സകലരും ഔത്തേ കയറി കൊത്തി. അതുകൊണ്ട് പീലാത്തോസിൻ്റെ അരമന മുറ്റത്ത് കൂടിയ ആൾക്കൂട്ടം യാദൃച്ഛികമായി ഉണ്ടായതല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതുവരെ ഉള്ളത് ശ്രദ്ധിച്ചു, എന്നാലും
ഈ പ്രശസ്തനായ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആർതർ ഫ്രാങ്ക്ലിൻ റാപ്പർ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരാളെ കൊല്ലാൻ ഒക്കെ പെട്ടെന്ന് ജനക്കൂട്ടം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതാനും നിമിഷത്തെ ഭ്രാന്തിൻ്റെ ഫലം അല്ല. അദ്ദേഹം പറയുന്നത് ദീർഘനാളുകളായി പ്രചരിപ്പിക്കുന്ന മുൻവിധിയും തെറ്റായ വിവരണങ്ങളും ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഒരു പ്രത്യേക നിമിഷത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ വലിയ അക്രമമൊക്കെ നടന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് 24-ാം തീയതി രാവിലെ തോന്നിയ ഭ്രാന്താന്ന്? അല്ല. ഇത് 23-ാം തീയതി ഉച്ചയ്ക്ക് അല്ല. ദീർഘനാളുകളായി ക്രിസ്ത്യാനികൾക്കെതിരെയും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയും പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങൾ ആളുകളുടെ മനസ്സിൽ കിടക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് തോന്നും ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് ന്യായമാണെന്ന് തോന്നും. ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. ഡിസംബർ 17-ാം തീയതി, ഒരു മാസമായില്ല, നമ്മുടെ നാട്ടിൽ ഒരു ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണനെ എല്ലാവരും കൂടെ തല്ലിക്കൊന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പെട്ടെന്നൊരു നിമിഷത്തിൽ തോന്നിയതാണ്? അയാളോട് ചോദിച്ചു, ക്യാ തും ബംഗ്ലാദേശി ഹോ ഹേ? കറക്റ്റാണ് അച്ഛാ, തിരുമേനി കറക്റ്റാണ്. ചോദിച്ചാൽ ചിലപ്പോൾ ഹോയും ഹായും ഒന്നും പറയത്തില്ല. അതുകൊണ്ട് ക്യാ തും ബംഗ്ലാദേശി ഹോ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശികൾ കൊല്ലപ്പെടണം, അത് ന്യായമാണ്, അവർ രാജ്യത്തിന് ഭീഷണിയാണ്, നാടിന് ഭീഷണിയാണ്. ഇങ്ങനെ ഒരു വർത്തമാനം ദീർഘനാളുകളായി ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് റാം നാരായണനും അട്ടപ്പാടിയിലെ മധുമൊക്കെ കൊല്ലപ്പെടുന്നത്. ഒരു നിമിഷത്തെ ഭ്രാന്തിൻ്റെ ഫലമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മഹാഗഠബന്ധൻ, ഈ മഹാസഖ്യം യേശുവിനെതിരെ ഗുരുതരമായ 2 കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. ചുരുക്കത്തിൽ മനോഹരമായ ഒരു വാക്യം പറഞ്ഞ് നമുക്ക് അതിൻ്റെ സമാപനത്തിലോട്ട് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും, അടുത്ത വാചകമാണ്, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. കണ്ടോ? അപ്പോൾ പീലാത്തോസിൻ്റെ അരമനമുറ്റത്ത് കൂടിയ ആൾക്കൂട്ടത്തിന് യേശുവിനെ കൊല്ലുന്നത് ന്യായമാണെന്നും യേശുവാണ് കൊല്ലപ്പെടേണ്ടതെന്നും യേശുവിനേക്കാൾ ഭേദം ബറബാസ് ആണെന്നും തോന്നത്തക്ക തരത്തിൽ ദേ മാനുഫാക്ചേർഡ് കൺസെന്റ്. ഇതിനെ നമുക്ക് പൊളിറ്റിക്കൽ മാന്യൂവറിംഗ് എന്നൊക്കെ പറയാം. ഇങ്ങനെയാണ് സമ്മതം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ നാട്ടിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, ഡൽഹിയിൽ നടന്ന സിഖ് കൂട്ടക്കൊല, അവർ കൊല്ലപ്പെടേണ്ടതാണ്. ഓരോ നാട്ടിലും നടക്കുന്ന വർഗീയ കലാപങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ചില മനുഷ്യർ കൊല്ലപ്പെടേണ്ടതാണ്, ചിലർ ആക്രമിക്കപ്പെടേണ്ടതാണ്, ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടേണ്ടതാണ്, അവർ രാജ്യദ്രോഹികളാണ് എന്നൊക്കെ ചിലർക്ക് തോന്നുന്നത് ഒരു ദിവസം കൊണ്ടുള്ള ഒരു ഭ്രാന്താവസ്ഥയല്ല, ഏറെ നാളുകളായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെറുപ്പിൻ്റെ ഫലമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്? യേശു പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട. നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരവീൻ. വെറുപ്പിൻ്റെ ഫാക്ടറികളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ഇടങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലായിടത്തും ഉൽപ്പാദിപ്പിക്കുന്നത് വെറുപ്പാണ്. യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്നതും ഇത് തന്നെയല്ലേ? അതുകൊണ്ട് ദൈവമക്കളെന്ന നിലയിൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം?
ഇവിടെ when consent becomes the norm, dissent becomes the alternative. ഇവിടെ സമ്മതിക്കുക, സമ്മതിച്ചോണം. സമ്മതമാണ് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ നോം. എന്നാൽ ഒരു ദൈവ പൈതൽ കൺസെൻറ്റിൻ്റെ ആളല്ല, പലപ്പോഴും ഡിസെൻറ്റിൻ്റെ ആളാണ്. സമ്മതത്തിൻ്റെ ആളല്ല, വിസമ്മതത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് പറഞ്ഞാൽ ചിലതിനോടൊക്കെ ഡിസെൻറ്റ് നോട്ട് പറയുക എന്നതാണ്. സമ്മതം മാത്രം ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് നോ എന്നത്, ഡിസെൻറ്റ് എന്നത്, വിസമ്മതം എന്നത്, അതാണ് ക്രിസ്തീയ ശിഷ്യത്വം. When consent becomes the norm, dissent becomes the paradigm of Christian discipleship. Every affirmation is a negation. ഏതു വിശ്വാസ പ്രഖ്യാപനവും ചിലതിൻ്റെ ഒക്കെ നിരാസമാണ്. ഇവിടെ യേശു കർത്താവാണ്, യേശു കർത്താവാണ് എന്ന് പറയുമ്പോൾ ചോദ്യം, നിങ്ങൾ എന്തിനെയൊക്കെയാണ് നിരസിക്കുന്നത്? അത് പ്രധാനമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒന്നാം ഭാഗം മാത്രമേ പറയത്തുള്ളൂ, ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്. അത് പറയണം. പക്ഷേ അത് പറയുമ്പോൾ നിങ്ങൾ എന്തിനോടൊക്കെയാണ് ഡിസെൻറ്റ് പറയുന്നത്? യേശു എന്തിനോടൊക്കെ കലഹിച്ചോ, യേശു എന്തിനെയൊക്കെ എതിർത്തോ, അതിനോടൊക്കെ കൺസെൻറ്റ് പറയുന്നതല്ല, അതിനോടൊക്കെ നോ പറയുന്നതാണ്. യേശു പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യം, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ ചേകവർ നിങ്ങളുടെ കയ്യിൽ അകപ്പെടാതെ എന്നെ കാത്തുകൊണ്ടേനെ. എൻ്റെ രാജ്യം ഇതല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പത്രോസിനോട് വാൾ ഉറയിലിടണം. മഹാപുരോഹിതൻ്റെ ദാസനായ മൽക്കോസിൻ്റെ കാതറക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം, അതല്ല ശിഷ്യത്വം. മൽക്കോസിൻ്റെ കാത് സുഖമാക്കുന്ന യേശുവാണ് നമ്മുടെ മാതൃക. മൽക്കോസിൻ്റെ കാത് വെട്ടിയ പത്രോസല്ല, ആ കാത് സുഖമാക്കിയ, കൊല്ലാൻ വന്നവൻ്റെ കാത് സുഖമാക്കിയ യേശുവാണ് നമ്മുടെ മാതൃക. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ വിദ്വാൻമാരെ കുറിച്ച് ധ്യാനിച്ചല്ലോ. ഹെരോദാവിൻ്റെ കൽപ്പനയോട് അവർ ഡിസെൻറ്റ് പറഞ്ഞു. എവിടെയാണ് യേശു ജനിച്ചത് എന്ന വർത്തമാനം പറയാൻ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിദ്വാൻമാർ വേറെ വഴിയായി പോയി. ദിസ് ഈസ് ദ വേ ഓഫ് ഡിസെൻറ്റ്. എന്നാൽ ഇന്ന് വേ ഓഫ് കൺസെൻ്റ് ആണ് പ്രബലപ്പെടുന്നത്. അങ്ങനെ ഒരു കാലത്ത് വിസമ്മതത്തിൻ്റെ മാതൃകകൾ ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ സ്വീകരിക്കണം. അതുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ ചോദ്യം, എന്തിനോടൊക്കെയുള്ള നോയാണ് അതിലുള്ളത്? യേശു നോ പറഞ്ഞതിനോടൊക്കെ നോ പറയുമ്പോഴാണ് ജീസസ് ഈസ് ലോർഡ്, യേശു കർത്താവാണ് എന്ന് പറയുന്ന പ്രഖ്യാപനത്തിന് അർത്ഥമുണ്ടാവും. നമ്മളൊരു വല്ലാത്ത കാലമാണ്. ഈ കാലത്ത് നമുക്കെങ്ങനെ ജീവിക്കാനാവും? ഇത് രക്തം പിരിയുന്ന കാലമാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറങ്ങിയ നോവലാണ് കലാച്ചി, KR മീരയുടെ. അതിൻ്റെ 229-ാമത്തെ പുറത്ത് ഒരു ചെറിയ കഥ മീര പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരിക്കൽ ഒരു സൂഫി നടന്നു പോകുമ്പോൾ ആകാശത്ത് 2 പക്ഷികളെ കണ്ടു. ഒരെണ്ണം വാനമ്പാടിയായിരുന്നു, മറ്റേത് മൂങ്ങായും. ഒരേ ഇനത്തിലല്ലാതെ ഇണക്കിളികൾ ഉണ്ടാകുമോ എന്ന് സൂഫി അത്ഭുതപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് ആ 2 പക്ഷികളുടെയും, വാനമ്പാടിയുടെയും മൂങ്ങയുടെയും ഓരോ കാൽ ഒരേ കെണിയിലാണ് അകപ്പെട്ടിരുന്നത്. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം, ഞാൻ വാനമ്പാടിയാണ്, നീ മൂങ്ങയാണ് എന്ന് പറഞ്ഞിട്ടില്ല. 2 പേരും കെണിയിലാണ്. വാനമ്പാടിയും മൂങ്ങയും ഒരുമിച്ച് പറക്കുക മാത്രമാണ് ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗം. യേശുവിനെ ക്രൂശിച്ച അതേ ശക്തികളാണ്
ഇന്ന് വാനമ്പാടിക്കും മൂങ്ങയ്ക്കും കെണിയൊരുക്കുന്നത്. ഞാൻ സുറിയാനിക്കാരനാണ്, നീ ദളിതനാണ്, ഞാൻ ഓർത്തഡോക്സാണ്, നീ മർത്തോമായാണ്, കത്തോലിക്കനാണ് എന്ന് പറഞ്ഞ് കലഹിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വാനമ്പാടിയും മൂങ്ങയും ഒരുമിച്ച് പറക്കുന്ന ഉയിർപ്പിൻ്റെ വഴിയുണ്ടല്ലോ, അതാണ് നമ്മുടെ മുൻപിലുള്ള അതിജീവനത്തിൻ്റെ വഴി. നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവേൻ. ഇത് രക്തം പിരിയുന്ന കാലമാണ്. ഞാൻ വാനമ്പാടിയെന്നും നിങ്ങൾ മൂങ്ങയെന്നും പറഞ്ഞ് കലഹിക്കുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് പറക്കാം. ഒരുമിച്ച് പറക്കുന്നതാണ് ഉയർപ്പിൻ്റെ വഴി. അത് കുരിശിൻ്റെ ചുവട്ടിലെ സ്ത്രീകളുടെ കൂട്ടായ്മ പോലെയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ഏക അതിജീവനത്തിൻ്റെ വഴി. യേശു പറയുന്നു, പച്ച മരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്ക മരത്തോട് എന്തായിരിക്കും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.